ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട്, ലോകത്തിൽ ആശ്രയിക്കാതെ, ലോകത്തിലെ ഇച്ഛകൾക്ക് പിറകെ പോകാതെ നല്ല വഴികൾ നോക്കി പഠിച്ചുകൊണ്ട് നല്ല വഴികളിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ഇന്ന് ലോകത്തിൽ നടക്കുന്നതും ആത്മിക ഗോളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമാണ് ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപ് തിരഞ്ഞെടുത്ത് വിളിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ഇരമ്യാവ്. ഇരമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്നാണ് അറിയപ്പെടുന്നത്. യെരുശലേമിന് സംഭവിക്കാൻ പോകുന്ന ദൈവിക ന്യായവിധിയെക്കുറിച്ച് ഇരമ്യാവിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ആത്മീക ഗോളത്തിൽ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെയൊക്കെ അവസാനം എന്തായിത്തീരും, ദൈവിക ന്യായവിധി എപ്രകാരമാണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. യെരുശലേമിന്റെ വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ ഒരു പുസ്തകത്തിൽ ആ വീഴ്ചയിൽ വളരെയധികം വേദനിക്കുന്ന, വിലപിക്കുന്നത് കൊണ്ടാണ് ഇരമ്യാവിനെ കരയുന്ന പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. സ്വന്തം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ അകൃത്യങ്ങൾ കാരണം അതിന് പരിഹാരം ലഭിക്കേണ്ടതിന്, അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെടേണ്ടതിന്, അതിൽ നിന്ന് ജനം ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടതിന് ദൈവസന്നിധിയിൽ ഇരമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. ഇരമ്യാവ് കരയുകയാണ്. അതുകൊണ്ടാണ് ഇരമ്യാവിനെ ഒരു കരയുന്ന പ്രവാചകൻ എന്ന് അറിയപ്പെടുന്നത്. ഈ ഇരമ്യാവിന്റെ പുസ്തകത്തിൽ ഉടനീളം യെരുശലേമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, യെരുശലേം എപ്രകാരമാണ് ദൈവസന്നിധിയിൽ നിന്ന് മാറി ദൈവഹിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്നത്, അവരുടെ പ്രവർത്തികളെ കുറിച്ച്, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, അനന്തര ഫലങ്ങളെ കുറിച്ചൊക്കെ ഈ ഒരു പുസ്തകത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ഇരമ്യാവിന്റെ സ്വന്തം ഗോത്രമായ ബെന്യാമിൻ ഗോത്രത്തോട് യെരുശലേമിന്റെ നാശത്തെക്കുറിച്ച് ഇരമ്യാവ് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് യെരുശലേമിന്റെ വീഴ്ചയെക്കുറിച്ച് പറയുകയാണ്. യെരുശലേം എപ്രകാരമാണ്, യെരുശലേമിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, യെരുശലേമിൽ നിറഞ്ഞിരിക്കുന്ന അകൃത്യങ്ങളെ കുറിച്ച്, അവർക്ക് വരാൻ പോകുന്ന ന്യായവിധികളെ കുറിച്ച് സ്വന്തം ഗോത്രത്തോട് പറഞ്ഞ് അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. യെരുശലേം ജനം കടന്നു പോകുന്ന വഴികളിൽ നിന്ന് മാറി നടക്കേണ്ടതിന്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അകൃത്യങ്ങളിൽ നിന്ന് മാറി നടക്കേണ്ടതിന് ബെന്യാമിൻ ഗോത്രത്തോട് ഇരമ്യാവ് ഉപദേശിക്കുകയാണ്. ഈ ഒരു അധ്യായത്തിലുടനീളം ആത്മിക ഗോളത്തിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. പുരോഹിതന്മാരും പ്രവാചകന്മാരും മ്ലേച്ഛത പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് ആ ഒരു യെരുശലേമിൽ എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്, അതൊക്കെ തന്നെയാണ് ഇന്ന് ഈ ലോകത്തിലും നമ്മുടെ ആത്മിക ഗോളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനാജനകമായിട്ടുള്ള കാര്യങ്ങളാണ്, മ്ലേച്ഛതകളാണ് ഓരോ വ്യക്തികളും ഓരോ ദിവസവും പ്രവർത്തിക്കുന്നത്. ആർക്കും ഒരു അനുതാപമില്ല, ആർക്കും മടങ്ങി വരണമെന്നുള്ളൊരു ആഗ്രഹമില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഒരു ആത്മികൻ സകലത്തെയും വിവേചിക്കുവാൻ കഴിയണം എന്നുള്ളതാണ് ആ ഒരു ആത്മികനെ സംബന്ധിച്ച് തനിക്ക് വേണ്ടുന്ന ഏറ്റവും വലിയൊരു ഗുണം. സകലത്തെയും നമുക്ക് വിവേചിക്കുവാൻ കഴിയണം. നല്ലതേത്, മോശമേത്, പാപമേത്, അകൃത്യമേത്, ദുഷ്ടത ഏത്, ദൈവഹിതമേത്, ദൈവ ഇഷ്ടമേത്, ദൈവവചനം അനുസരിച്ച് നടക്കേണ്ടത് ഏതൊക്കെ വഴികൾ എന്നൊക്കെ നാം അറിയേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിത്തീർന്നിരിക്കുന്നത്. ഒരു ആത്മീകൻ സകലത്തെയും വിവേചിക്കണമെന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. സകലത്തെയും വിവേചിച്ച് നല്ലത് മുറുകെ പിടിക്കുവാൻ ഒരു ആത്മീകന്, ഒരു ദൈവ പൈതലിന് കഴിയണം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൽ അതിന്റെ 16-ാമത്തെ വചനത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടക്കുവിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന വ്യക്തികളാണോ നാം എങ്കിൽ ഉറപ്പായും നല്ലതേത് എന്ന് വിവേചിച്ചറിഞ്ഞ് പഴയ വഴികളെ നോക്കി, അതായത് ദൈവഹിതം ഏതെന്ന് നോക്കി, ദൈവ വഴികളിൽ നടന്ന ഭക്തന്മാരുടെ ജീവിത മാർഗങ്ങളെ നോക്കി പഠിച്ചുകൊണ്ട് ദൈവവചനം വായിച്ചു മനസ്സിലാക്കി അത് പഠിച്ച് ദൈവിക ന്യായവിധികളെ, ദൈവിക പ്രമാണങ്ങളെ പഠിച്ച് അതിൽ നടക്കുവാൻ നമുക്ക് കഴിയണം.
സകലത്തെയും വിവേചിക്കണം. നാം നല്ലത് മാത്രം നാം മുറുകെ പിടിക്കണം. ദുഷ്ടത വിട്ട് മാറി നടക്കണം. മ്ലേച്ഛത വിട്ട് മാറി നടക്കണം. നാം മ്ലേച്ഛത പ്രവർത്തിക്കുന്നത് കൊണ്ട്, നാം ദുഷ്ടത പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദൈവഹിതമില്ലാത്ത വഴികളിൽ നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ഈ ലോകത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് പുറമേ കാണുന്ന എന്തൊക്കെയോ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഹിതം പോലെ, അവരുടെ ഇഷ്ടം പോലെ ദൈവസന്നിധിയിൽ നിന്ന് മാറി, ദൈവിക ന്യായപ്രമാണങ്ങളിൽ നിന്ന് മാറി സ്വന്തം ഇഷ്ടപ്രകാരം ഓരോരുത്തരും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരിൽ നിന്നൊരു വ്യത്യസ്തനായിരിക്കുവാൻ നമുക്ക് കഴിയണം. ഈ നാളുകളിൽ മ്ലേച്ഛത വിട്ട്, ഈ നാളുകളിൽ ജഡമോഹങ്ങളെ വിട്ട്, ലോകത്തിന്റെ മോഹങ്ങളെ വിട്ട്, ലോകത്തിൽ ആശ്രയിക്കാതെ, ലോകത്തിലെ ഇച്ഛകൾക്ക് പിറകെ പോകാതെ നല്ല വഴികൾ നോക്കി പഠിച്ചുകൊണ്ട് നല്ല വഴികളിൽ നടക്കുവാൻ നമുക്ക് കഴിയണം. നാം എപ്പോഴും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടുന്നവരായിരിക്കണം. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന് പറയുമ്പോൾ ഈ നാളുകളിൽ നമ്മുടെ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കണം. ലോകത്തെ നാം ആശ്രയിക്കരുത്. ലോകത്തിന്റെ മോഹങ്ങളിൽ നാം വഴിപ്പെട്ടു പോകരുത്. ഒരു ആത്മികനെ സംബന്ധിച്ച് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു പോർക്കളമാണ്. ഒത്തിരി പ്രലോഭനങ്ങൾ, ഒത്തിരി പ്രതിസന്ധികൾ, ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി കഷ്ടതകൾ, ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഒക്കെ നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ അവയുടെ നടുവിൽ ഒരിക്കലും കഷ്ടത വന്നതുകൊണ്ട് ദൈവത്തെ ത്യജിച്ചു പറയാതെ, ദൈവത്തെ വിട്ടുകളഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം പോകാതെ, മറ്റു ലോകത്തെ മോഹങ്ങൾക്ക് പിറകെ പോകാതെ വണ്ണം ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ നമുക്ക് കഴിയണം. അപ്രകാരം പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരായി ദൈവഹിതം മാത്രം നോക്കി, ദൈവഹിതം മാത്രം അന്വേഷിച്ചുകൊണ്ട്, ദൈവവചനം അനുസരിച്ച് ദൈവിക ന്യായപ്രമാണങ്ങളെ പ്രമാണിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ വിശുദ്ധിയോടുകൂടെ നമുക്കായിരിക്കുക. അതിനായി ദൈവം നമ്മെ ഏവരും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.